കുറെ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കരിയർ ഫോക്കസ്. അപ്പൊ എന്താണ് കരിയർ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താ? അത് വളരെ കൃത്യമായിട്ട് അനസ്സിനും അതുപോലെ തന്നെ നമ്മളെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 10 വർഷം പഠിച്ചു. 10 വർഷം പഠിച്ചിട്ട് 10 A+ ആ കുട്ടികൾക്ക് കിട്ടി. ആ കുട്ടിക്ക് കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ എന്ന് അറിയുന്നില്ലെങ്കിൽ എന്താണ് ആ 10 വർഷം കൊണ്ട് ആ കുട്ടി നേടിയത്? അതാണ് ഈ പറയുന്നത് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രം ദ ബിഗിനിങ്ങിൽ തന്നെ ഒരു 8th 7th സ്റ്റാൻഡേർഡിൽ ഒരു പൊസിഷൻ, ഒരു കരിയർ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ, നമ്മളുടെ ഡൊമൈൻ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഹ്യൂമാനിറ്റീസ് ആണോ, സയൻസ് ആണോ, അല്ലെങ്കിൽ പിന്നെ കൊമേഴ്സ് ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഇനി +2 കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു, എന്നിട്ട് തിരിച്ചറിഞ്ഞോ? പല ആളുകളുടെ ഗൈഡൻസിലും അതുപോലെ തന്നെ പല ആളുകളുടെ നിർബന്ധത്തിലും മേ ബി മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പോട്ടെ, 15 ഇയേഴ്സ് കഴിഞ്ഞു, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നു, എന്നിട്ടും വളരെ ബ്ലാങ്ക് ആയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ജോബ് അപ്ലൈ ചെയ്യാം, എന്നിട്ടും ഒരു 7,000 6,000 8,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോവുക. 10 A+ കിട്ടിയിട്ടും എന്തെടുക്കണം എന്ന് അറിയുന്നില്ലെങ്കിൽ ആ 10 വർഷത്തെ വിദ്യാഭ്യാസം എന്ത് നേടി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് തന്നെയാണ് ഞാൻ പറയുന്ന പ്രോബ്ലം.